എന്താ ഈ ചെക്കൻ എത്ര നേരം ഇനിയും ഉറങ്ങി അണിച്ചിട്ടല്ലോ? സമയം 10 മണിയായല്ലോ. ഇവനിവിടെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കാണ്. എടാ, 10 മണിക്ക് ഇന്റർവ്യൂ ഉണ്ട് കൊണ്ട് നീ ഇന്നലെ പറഞ്ഞതല്ലേ, അത് പോണ്ടേ? നീ മൊബൈൽ കളിച്ചോണ്ടിരിക്ക. അമ്മ രാവിലെ തന്നെ തുടങ്ങണ്ട. അത് ഇന്നല്ല നാളത്തേക്കല്ലേ ഞാൻ പറഞ്ഞത്. ഇത്തിരി സമാധാനം തരുമോ? അമ്മ ഒന്ന് പോയേ രാവിലെ എണിച്ചിട്ട്. അവൻ്റെ വിചാരം എന്താണ്? ഇതുവരെ അവനൊരു ജോലിക്ക് പോകാൻ പറ്റിയില്ല. അവൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർക്ക് നല്ല ജോലിയായി, കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കും. ഇവനാണെങ്കിൽ ഒരു പണിക്കും പോകാതെ വീട്ടിലിവിടെ കിടന്നിരിക്കുക. നീയാണ് ഇതിന് വളം വെച്ചു കൊടുക്കുന്നത്. അവൻ കുട്ടിയല്ലേ, അതെല്ലാം ശരിയാകും. നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് കുട്ടി? 30 വയസ്സാകാറായില്ലേ? കല്യാണ പ്രായമാകാറ് എപ്പോൾ ശരിയാവും പറഞ്ഞിട്ടാണ്? നീ എന്നെ പറ. ഏട്ടാ, എന്റെ കുട്ടി നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. അവൻ ഇന്റർവ്യൂക്കൊക്കെ നന്നായി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നും പറയണ്ട. വൈകാതെ തന്നെ അവൻ നല്ലൊരു ജോലി കിട്ടും. നടന്നാ മതി. എടാ മനു, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഇന്റർവ്യൂക്ക് പോയില്ലേ? അതൊന്നും ഇനി ശരിയാകാൻ തോന്നുന്നടാ. അവര് പിന്നെ വിളിച്ചൊന്നുമില്ല. ഇനി വേറെ പരിപാടി എന്തെങ്കിലും ചെയ്യണം നോക്കണം. നമ്മൾ പെട്ടെന്ന് ജോലി കിട്ടും പറഞ്ഞിട്ട് എന്തൊക്കെ പഠിച്ചു, ITI ഡിഗ്രി, ഒരു ഉപകാരം ഇല്ലടാ. വെറും വേസ്റ്റ് ആയിപ്പോയി. പുറത്തിറങ്ങിയ തുടങ്ങൂടാ നാട്ടുകാർ ജോലി ആയില്ല ജോലി ആയില്ല. ഇതിന്റെയൊക്കെ വിചാരം നമ്മൾ ജോലി അങ്ങോട്ട് എടുത്തു വെച്ച പോലെയാണല്ലോ. ഈ കഴിഞ്ഞ ലുലുമാളിൽ ഒരു ഇന്റർവ്യൂക്ക് കണ്ടില്ലേ എത്ര പേരാ വന്നെന്ന്? അതിലെടുത്തതോ ഒരു 10-50 പേരിന്. ബാക്കിയുള്ളവരൊക്കെ വെറുതെ തൊഴിലില്ലായ്മ ഇല്ലാണ്ടിരിക്കുകയല്ലേ. അത് വിട്, കാര്യമില്ല. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ നിന്നെ വിളിച്ചതാ. ഇപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയും തുടങ്ങിയിട്ടുണ്ട്. നീ എന്താ വെറുതെ ഇരിക്കുന്നു, പണിക്കൊന്നും പോണില്ലേ പറഞ്ഞിട്ട്. ആകെ കൂടി മൊത്തത്തിൽ നല്ല ടെൻഷൻ അടിച്ചിരിക്കടാ. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. ശരി എന്നാ, ഞാൻ ഇനി എൻ്റെ കാര്യം പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കണില്ല. ശരി, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കിട്ടാ. ശരി. അമ്മ, ചായ എടുക്ക്. അച്ഛോ, പോയ കാര്യം എന്തായിടാ? എപ്പോഴത്തെയും പോലെ തന്നെ അമ്മ. അതൊന്നും ശരിയാന്ന് തോന്നുന്നു. ഇനി വേറെ എന്തെങ്കിലും പരിപാടി നോക്കണം. അമ്മ, അച്ഛൻ എന്നോട് സത്യം പറഞ്ഞാൽ വെറുപ്പായിരിക്കില്ലേ ഞാൻ ജോലിക്കൊന്നും പോവാതെ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ട്? അച്ഛോ, അച്ഛന് നിന്നെ കുറിച്ച് ദേഷ്യമൊന്നും ഇല്ലടാ. എല്ലാ മക്കളും നന്നാവാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയണതാണ്. അതിനോട് വേറെ കുഴപ്പമൊന്നുമില്ല. ശരി അമ്മ. പാവം എൻ്റെ മോൻ. എന്തെങ്കിലും ഒന്ന് ശരിയായി മതിയായിരുന്നു ദൈവമേ. അച്ഛൻ, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല അച്ഛാ ജോലി. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. അച്ഛനതൊക്കെ ഒരു ജോലിയില്ല, ഒരു വരുമാനവുമില്ല. അതുപോലെ എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ പറയുന്നത്. അച്ഛൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ വെറുതെ ഇരിക്കില്ലല്ലോ അച്ഛാ. ഇപ്പം തന്നെ കുറേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടുന്നില്ല അച്ഛാ. എന്തായാലും നാളെ ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ട്. ഞാൻ എന്തായാലും മാക്സിമം ശ്രമിക്കാം. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാവും. അമ്മ, ഞാൻ പോയിട്ട് വരാം.